ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ മാസം പോരാട്ടങ്ങളുടെയും വിജയങ്ങളുടെയും മാസമാണ്. ബദർ യുദ്ധം നടന്നത് റമളാൻ മാസത്തിലാണല്ലോ. അതുപോലെ തന്നെ ഫത്ഹു മക്ക അല്ലെങ്കിൽ മക്ക വിജയം നടന്നതും റമളാൻ മാസത്തിലാണ്. മക്ക വിജയം വേണമെങ്കിൽ ചരിത്രത്തിലെ ഒരു വിസ്മയം എന്ന് പറയാം. ബദർ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് ശേഷം 8-ാം വർഷത്തിലാണ് മക്ക വിജയം സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000-ഓളം വരുന്ന സഹാബികളും യാതൊരു രക്തച്ചൊരിച്ചിലുമില്ലാതെ ഒരു നാട് കീഴടക്കുകയാണ്. തന്നെയും അനുയായികളെയും പുറത്തിറക്കിയ അല്ലെങ്കിൽ പുറത്താക്കിയ ആ നാട്ടിലേക്ക് വിജയശ്രീലാളിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും കടന്നു വരികയാണ്. പക്ഷെ അവിടെ യാതൊരു പ്രതികാരവുമില്ല, യാതൊരു രക്തച്ചൊരിച്ചിലുമില്ല. ഒരു തുള്ളി രക്തം ചിന്താതെ ആ നാട് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാവുകയാണ്, അഥവാ ഇസ്ലാമിൻ്റെ കീഴിലാവുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച, അതികഠിനമായി മർദ്ദിച്ച ആളുകളുണ്ട്. അവരൊക്കെ നബിയുടെ മുമ്പിൽ വരികയാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിന് അവർ പറയുന്ന മറുപടി, നല്ലതല്ലാതെ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് യാതൊരു പ്രതികാരവുമില്ല, നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല. ഇദ്ഹബു അൻതുമുത് തുലഖാ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണ്. ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്ന പ്രഖ്യാപനമാണത്. തന്നെ ഉപദ്രവിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്യാതെ വെറുതെ വിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫത്ഹ്, വിജയം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സൂറത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, തീർച്ചയായും നാം നിനക്ക് വളരെ വ്യക്തമായ ഒരു വിജയം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ വിജയം എന്നാൽ മക്ക വിജയത്തെക്കുറിച്ചല്ല. തഫ്സീറുകളിലൊക്കെ കാണാം, ഹിജ്റ 6-ാം വർഷത്തിൽ നടന്ന ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് വളരെ വ്യക്തമായ ഒരു വിജയം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞിട്ടുള്ളത് ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ്. പക്ഷേ ഈ ഹുദൈബിയ സന്ധിയാണ് യഥാർത്ഥത്തിൽ മക്ക വിജയത്തിലേക്ക് എത്തിച്ചത്, മക്ക വിജയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ മക്ക വിജയത്തിൻ്റെ മുന്നോടിയായി അള്ളാഹു നൽകിയ വിജയമാണ് ഹുദൈബിയ സന്ധി. ഒരു യുദ്ധമില്ലാ കരാർ ഖുറൈശികളുമായി എത്തിച്ചേരുന്നുണ്ട്, അതാണ് ഹുദൈബിയ സന്ധി. അപ്പോൾ ആ ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് ഇസ്ലാം പടർന്ന് പന്തലിക്കുന്നത്. അതിനുശേഷമാണ് ഹിജ്റ 8-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നതും മക്ക ജയിച്ചടക്കുന്നതും. അപ്പോൾ മക്ക വിജയത്തിൻ്റെ മുന്നോടിയായി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കരാറാണ് ഹുദൈബിയ സന്ധി. സഹാബിമാർക്കൊക്കെ മുഷിപ്പുണ്ടായിരുന്നു, അവരൊക്കെ നെറ്റി ചുളിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ കരാറിൽ നമ്മൾ ഒപ്പിടുന്നത് എന്ന് വരെ അവർ ചോദിച്ചു. പക്ഷെ ആ കരാറിനെ കുറിച്ചാണ് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീൻ, വളരെ വ്യക്തമായൊരു വിജയം നാം നിനക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഫത്ഹ് മക്കയുടെ മുന്നോടിയായിട്ടുള്ള ഫത്ഹ് ആയിരുന്നു. പിന്നീട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഈ കരാറിൻ്റെ വെളിച്ചത്തിലാണ് ഫത്ഹ് മക്ക നടക്കുന്നത്, മക്ക വിജയം നടക്കുന്നത് ഹിജ്റ 8-ാം വർഷത്തിൽ. ആ ചരിത്ര സംഭവം ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്തതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരുണ്ട്. നബിയുടെ കഴുത്തിൽ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടവരുണ്ട്. അവരോടൊന്നും ഒരു ശത്രുതയും കാണിക്കാതെ, ഒരു പ്രതികാരവും ചെയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ സകല ജനങ്ങൾക്കും മാപ്പ് കൊടുക്കുന്നു. അവിടെയുള്ള മിക്കവാറും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട് ജയിച്ചടക്കുന്നു. ഇതാണ് ചരിത്രത്തിലെ വിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്ന മക്ക വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ചോദ്യമെന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിലെ 1-ാമത്തെ ആയത്തിൽ ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന, തീർച്ചയായും നാം നിനക്ക് വളരെ വ്യക്തമായൊരു വിജയം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.